നമസ്കാരം, വീക്കിലി ട്രെൻഡ്സെറ്റേഴ്സിലേക്ക് സ്വാഗതം. വാരാന്ത്യത്തിൽ ബുൾസ് അതിശക്തമായി തിരിച്ചുവരവ് നടത്തിയതിനാൽ പോസിറ്റീവ് നോട്ടിലാണ് നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചത്. വിദേശ നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുണ്ടായ തുടർച്ചയായ പിൻവാങ്ങലും 7 പാദങ്ങൾക്കിടയിലെ ഏറ്റവും കുറഞ്ഞ GDP കണക്കുകളും ആഭ്യന്തര വിപണിക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പ്രതിവാര അടിസ്ഥാനത്തിൽ 0.94% നേട്ടത്തിലാണ് സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത്. 1.8% മുന്നേറ്റം നിഫ്റ്റി ബാങ്ക് സൂചികയിലും പ്രകടമായി. മികച്ച മുന്നേറ്റം ബ്രോഡർ മാർക്കറ്റിലും ഉണ്ടായി. 5.5%-ലധികം കുതിപ്പ് രേഖപ്പെടുത്തിയ മീഡിയ സൂചിക മറ്റ് സൂചികകളിൽ നിന്ന് ഔട്ട് പെർഫോമൻസ് നടത്തി. 4.07% നേട്ടം ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയും 4.63% മുന്നേറ്റം PSU ബാങ്ക് സൂചികയും പ്രകടമാക്കി. ഓട്ടോ IT സൂചികകളിലാണ് ഇടിവ് കണ്ടത്. പ്രതിവാര അടിസ്ഥാനത്തിൽ 0.72% ഇടിവാണ് ഓട്ടോ സൂചികയിലുണ്ടായത്. 0.46% നഷ്ടം IT സൂചികയിലും പ്രതിഫലിച്ചു. ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ മോഡിലേക്ക് കടക്കുകയാണ് അമേരിക്കൻ വിപണികൾ. പോയ വാരത്തിൽ പ്രതീക്ഷകൾക്കനുസൃതമായ ഡാറ്റകളായിരുന്നു അമേരിക്കൻ വിപണികളെ സ്വാധീനിച്ചത്. കോർ PCE ടാർഗറ്റിന് മുകളിൽ ഉയർന്നത് ആശങ്ക സൃഷ്ടിച്ചെങ്കിലും സൂചികകളിൽ കാര്യമായ സെൽ ഓഫ് നേരിട്ടില്ല. ഡൗ ജോൺസ് S&P 500 സൂചികകൾ പുതിയ സർവകാല ഉയരം സൃഷ്ടിച്ചപ്പോൾ ടെക് സ്റ്റോക്കുകളിൽ ഈ നേട്ടം പ്രകടമായില്ല. പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ നാസ്ഡാക്ക് സൂചിക 1.13% നേട്ടവും, ഡൗ ജോൺസ് 1.39% നേട്ടവും, S&P 500 1.06% കുതിപ്പും രേഖപ്പെടുത്തി. ഡിസംബർ ആദ്യവാരത്തിൽ നിർണായകമായ ഡാറ്റകളാണ് അമേരിക്കൻ സൂചികകളെ കാത്തിരിക്കുന്നത്. ഡിസംബർ 1 നടക്കുന്ന OPEC മീറ്റിംഗ് ആണ് അതിലാദ്യം. ക്രൂഡ് വിലസമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിൽ കൂടുതൽ സപ്ലൈ കട്ടിന് OPEC+ രാജ്യങ്ങൾ തയ്യാറാകുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. 2025-ലും സപ്ലൈ കട്ട് തുടരുകയാണെങ്കിൽ ക്രൂഡ് വിലയ്ക്ക് അനുകൂലമാകും. ഡിസംബർ 2 വരുന്ന നിർമ്മാണ മേഖലയിലെ PMI, ISM PMI എന്നിവയോടായിരിക്കും അമേരിക്കൻ സൂചികൾ ആദ്യം പ്രതികരിക്കുക. തൊഴിൽ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാന ഡാറ്റയായ ജോൾസ് ജോബ് ഓപ്പണിംഗ് ഡിസംബർ 3 റിപ്പോർട്ട് ചെയ്യും. പ്രതിമാസ അടിസ്ഥാനത്തിൽ വരുന്ന ഈ റിപ്പോർട്ട് എല്ലായ്പ്പോഴും മാർക്കറ്റ് റിയാക്ഷന് കാരണമാകുന്നില്ല എങ്കിലും തൊഴിൽ വിപണിയുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഒപ്പം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനത്തിലും ഇത് സ്വാധീനം ചെലുത്തും. ഡിസംബർ 4 ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ഡാറ്റ റിപ്പോർട്ട് ചെയ്യും. US-ൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിലുള്ള മാറ്റത്തെ ഈ ഡാറ്റയിലൂടെ മനസ്സിലാക്കാം. പൊതുവായി പറഞ്ഞാൽ ഈ ഡാറ്റയിലെ ഉയർച്ച കൺസ്യൂമർ സ്പെൻഡിംഗ് വളർച്ചയെ സൂചിപ്പിക്കുന്നു. ഉയർന്ന കൺസ്യൂമർ സ്പെൻഡിംഗ് സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുമെങ്കിലും പണപ്പെരുപ്പ സമ്മർദ്ദത്തിനും കാരണമാകും. കൂടാതെ അന്ന് തന്നെ വരുന്ന സർവീസ്, S&P ഗ്ലോബൽ കോമ്പോസിറ്റ്, ISM നിർമ്മാണ ഇതര PMI ഡാറ്റകളും നിക്ഷേപക ശ്രദ്ധ ആകർഷിക്കും. ഡിസംബർ 5 പതിവ് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും എത്തും. ഈ ഡാറ്റയോടൊപ്പം ജെറോം പവലിന്റെ പ്രസ്താവനയും സൂചികളുടെ ഗതിയെ നിർണ്ണയിക്കാം. ഡിസംബർ 6 വരുന്ന നോൺ ഫാം പേറോൾ ഡാറ്റയും നവംബറിലെ തൊഴിലില്ലായ്മ നിരക്കും കൂടി എത്തുന്നതോടെ അമേരിക്കൻ തൊഴിൽ വിപണിയുടെ യഥാർത്ഥ ചിത്രം നിക്ഷേപകർക്ക് മനസ്സിലാക്കാം. ശക്തമായ തൊഴിൽ ഡാറ്റകളാണ് വരുന്നതെങ്കിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുകൂലമാണെങ്കിലും പണപ്പെരുപ്പ ഭീഷണി ഉയർത്തും. ഇത് നിരക്ക് കുറയ്ക്കൽ മന്ദഗതിയിലാക്കും. സമ്മിശ്രമായ ഡാറ്റകളായിരുന്നു പോയ വാരം യൂറോപ്യൻ സൂചികകളെ നയിച്ചത്. പണപ്പെരുപ്പ ഡാറ്റകൾ ആശങ്ക ജനിപ്പിച്ചെങ്കിലും പ്രതിവാര പ്രകടനം നോക്കുമ്പോൾ ഡാക്സ് സൂചിക 1.57% നേട്ടത്തിൽ അവസാനിപ്പിച്ചപ്പോൾ FTSE 100 0.31% നേട്ടവും രേഖപ്പെടുത്തി. എന്നാൽ CAC 40 സൂചികയിൽ 0.27% ഇടിവാണ് കാണാൻ സാധിച്ചത്. പ്രധാന യൂറോപ്യൻ രാജ്യങ്ങളുടെ നവംബറിലെ നിർമ്മാണ, സർവീസ് PMI കണക്കുകളാണ് അടുത്ത ആഴ്ച യൂറോപ്യൻ സൂചികളുടെ ശ്രദ്ധ പതിയുക. ഡിസംബർ 2 വരുന്ന ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ നിർമ്മാണ മേഖലയുടെ PMI ഡാറ്റയാണ് അതിലാദ്യം. പൊതുവെ യൂറോപ്പിന്റെ നിർമ്മാണ രംഗത്ത് സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിൽ ഈ ഡാറ്റകൾ അനലിസ്റ്റുമാരുടെ ശ്രദ്ധ പതിയും. അന്ന് തന്നെ യൂറോസോണിന്റെ ഒക്ടോബർ മാസത്തിലെ തൊഴിലില്ലായ്മ നിരക്കുകളും വരും. തുടർന്ന് ഡിസംബർ 4 ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ സർവീസ് PMI ഡാറ്റകളും ബ്രിട്ടൻ, യൂറോസോൺ എന്നിവയുടെ PMI കണക്കുകളും എത്തും. ഇതോടെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ മേഖലാടിസ്ഥാനത്തിലുള്ള വളർച്ച വിലയിരുത്താൻ നിക്ഷേപകർക്ക് സാധിക്കും. ഡിസംബർ 5 വരുന്ന യൂറോസോണിന്റെ GDP കണക്കുകളാണ് വാരാന്ത്യത്തിൽ വിപണി ശ്രദ്ധ ആകർഷിക്കുക. ഏഷ്യൻ വിപണികളിലേക്ക് വരുമ്പോൾ നിർമ്മാണ രംഗത്തെ അനുകൂലമായ ഡാറ്റകൾ ചൈനീസ് വിപണികളെ ഉത്തേജിപ്പിച്ചപ്പോൾ അപ്രതീക്ഷിത പണപ്പെരുപ്പ വളർച്ച ജാപ്പനീസ് സൂചികയ്ക്ക് തിരിച്ചടിയായി. ഡിസംബർ 1 വരുന്ന സെയ്ജിൻ നിർമ്മാണ PMI കണക്കുകളോടായിരിക്കും ചൈനീസ് സൂചികൾ ആദ്യം പ്രതികരിക്കുക. ഈ ഡാറ്റയോടെ ചൈനയുടെ നിർമ്മാണ രംഗത്തെ ഗതി മനസ്സിലാക്കാം. ഡിസംബർ 4 ചൈനയുടെ സെയ്ജിൻ സർവീസ് കോമ്പോസിറ്റ് PMI കണക്കുകളും ജപ്പാന്റെ സർവീസ് കോമ്പോസിറ്റ് PMI ഡാറ്റകളും വരുന്നത്. ഏഷ്യയിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെ സമീപഭാവി ഇതോടെ നിക്ഷേപകർക്ക് വ്യക്തമാകും. ക്രൂഡ് വിപണിയിൽ തിങ്കളാഴ്ച അതിശക്തമായ വിൽപ്പനാ സമ്മർദ്ദമാണ് കാണാനായത്.
ആ സമ്മർദ്ദത്തിൽ നിന്ന് തിരിച്ചു കയറാനാവാതെ ബ്രന്റ് ക്രൂഡ് വാരാന്ത്യത്തിൽ 2.91% ഇടിവോടെ ബാരലിന് $72.3 വ്യാപാരം അവസാനിപ്പിച്ചത്. സമാനമായി WTI ക്രൂഡ് പ്രതിവാര അടിസ്ഥാനത്തിൽ 3.37% ഇടിഞ്ഞ് ബാരലിന് $68.44 എന്ന നിലയിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരാനിരിക്കുന്ന ഒപെക് പ്ലസ് മീറ്റിംഗിന് മുന്നോടിയായാണ് ഈ വിലയിടിവ്. ഒപെക് രാജ്യങ്ങൾ എണ്ണ ഉൽപാദനം കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് എണ്ണവിലയെ പിന്താങ്ങിയത്. ടെക്നിക്കൽ സൈഡിൽ ബ്രന്റ് ക്രൂഡിന്റെ ആദ്യ സപ്പോർട്ട് $70.96 തുടർന്ന് $69.77 അപ്സൈഡിലേക്ക് വരുമ്പോൾ $76.29 തുടർന്ന് $77.48 റെസിസ്റ്റൻസ് ആയി കണക്കാക്കാം. WTI ക്രൂഡിനെ സംബന്ധിച്ച് പിവറ്റ് പോയിന്റ് ലെവലായ $71.46 100 SMA ലെവലായ $72.13 ആദ്യ മേജർ റെസിസ്റ്റൻസ്. തുടർന്ന് 200 SMA ലെവലായ $76.22 റെസിസ്റ്റൻസ് ആയി പരിഗണിക്കാം. സപ്പോർട്ട് ലെവലായി $67.12 പരിഗണിക്കാം. തുടർന്ന് $64.75 2023 ഏറ്റവും താഴ്ന്ന നിലയായ $64.38 വരെയും പോയേക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ നേട്ടം നിലനിർത്താനാവാതെ ഗോൾഡ് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടു. ആഗോള സ്വർണ്ണവില പ്രതിവാര അടിസ്ഥാനത്തിൽ 2.41% ഇടിവോടുകൂടി ട്രായ് ഔൺസിന് $2650.25 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വരുന്ന സെഷനുകളിൽ 50-day SMAയുടെ $2668, തുടർന്ന് സൈക്കോളജിക്കൽ ലെവലായ $2700 നിർണായക റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. 2600 എന്ന ലെവൽ ആദ്യ സപ്പോർട്ടായി പരിഗണിക്കാം. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ 100-day SMAയുടെ $2572 തുടർന്ന് $2536 സപ്പോർട്ട് പ്രതീക്ഷിക്കാം. കരുത്താർജിക്കുന്ന ഡോളറും വിദേശ നിക്ഷേപകരുടെ പണം പിൻവലിക്കലും രൂപയ്ക്ക് വെല്ലുവിളി ഉയർത്തി. വാരാന്ത്യത്തിൽ മൂല്യമിടിവ് എക്കാലത്തെയും താഴ്ന്ന ലെവലായ 84.6 രൂപയിലേക്ക് കൂപ്പുകുത്തി. പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ GDP കണക്കുകളും രൂപയിൽ സമ്മർദ്ദം ചെലുത്തി. വാരാന്ത്യത്തിൽ 0.16% ഇടിവോടെ 84.53 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 84.55 രൂപയിലാണ് വരും ആഴ്ചയിൽ രൂപയുടെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത്. തുടർന്ന് 85 രൂപ എന്ന സൈക്കോളജിക്കൽ ലെവലും സപ്പോർട്ടായി കണക്കാക്കാം. മറുവശത്ത് 84.27 രൂപയിൽ ആദ്യ റെസിസ്റ്റൻസ് പരിഗണിക്കാം. അത് മറികടക്കാൻ സാധിച്ചാൽ 100-day EMA ലെവലായ 83.96 രൂപ എന്ന റേഞ്ചിലും റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. പോയ വാരത്തിൽ FIയുടെ ഭാഗത്തു നിന്നും നെറ്റ് സെല്ലിംഗ് ആണ് ഉണ്ടായത്. FII 5026.77 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ DII 6924.78 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തിയിട്ടുണ്ട്. മാക്രോ തലത്തിൽ പോയ വാരം GDP കണക്കുകൾ തന്നെയായിരുന്നു നിർണായകം. നടപ്പു സാമ്പത്തിക വർഷത്തെ രണ്ടാം പാദ GDP കണക്കുകൾ പുറത്തു വന്നതോടെ വളർച്ചാ നിരക്കിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. 7 പാദങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 5.4% GDP കൂപ്പുകുത്തി. വിപണി പ്രതീക്ഷിച്ച 6.5% നിന്നും വലിയ ഇടിവാണ് ഉണ്ടായത്. 8.1% മുൻ വർഷത്തെ സമാന പാദത്തിലെ വളർച്ച. ഉൽപാദന ഖനന മേഖലകളിലുണ്ടായ തിരിച്ചടിയാണ് വളർച്ചാ നിരക്കിനെ ബാധിച്ചത്. അതേസമയം ജൂലൈ-സെപ്റ്റംബർ പാദത്തിൽ ചൈനയുടെ GDP വളർച്ച 4.6% ആയതിനാൽ ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി തുടരുന്നു എന്നത് ആശ്വാസജനകമാണ്. നവംബറിലെ ഓട്ടോ സെയിൽസ് കണക്കുകളായിരുന്നു മറ്റൊരു പ്രധാന ഡാറ്റ. വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ദീപാവലി ഉൾപ്പെടെയുള്ള ഫെസ്റ്റീവ് സീസൺ കമ്പനികൾക്ക് നേട്ടമായിട്ടുണ്ട്. വിൽപ്പനയുടെ കാര്യത്തിൽ സമ്മിശ്ര പ്രതികരണമാണ് കമ്പനികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റൂറൽ ഡിമാൻഡ് പോസിറ്റീവ് സെന്റിമെന്റ്സ് പ്രകടമാക്കിയതും വിൽപ്പനയെ തുണച്ചു. സെയിൽസ് ഡാറ്റയുടെ പ്രതിഫലനവും കമ്പനികളുടെ ഓഹരികളിൽ പ്രകടമാകും. വരുന്ന വാരത്തിൽ ഡിസംബർ 2-4 തീയതികളിൽ വരുന്ന നിക്കെ S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് സർവീസ് PMI കണക്കുകൾക്കാണ് പ്രധാനം. രാജ്യത്തെ സ്വകാര്യ മേഖലയുടെ പ്രവർത്തനം നവംബറിൽ 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയെങ്കിലും ഉൽപാദന വളർച്ച മന്ദഗതിയിലാണ്. അതുകൊണ്ട് തന്നെ നവംബർ അവസാനം വന്ന കണക്കുകളിൽ മാനുഫാക്ചറിംഗ് PMI 57.5 എന്ന നിലയിലായിരുന്നു. എന്നാൽ നേരെ മറിച്ച് സർവീസ് മേഖല ശക്തമായ വളർച്ചയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒക്ടോബറിലെ 58.5 നിന്ന് നവംബറിൽ PMI 59.2 എന്ന മുന്നേറ്റമാണ് പ്രകടമാക്കിയത്. 2005 ഡിസംബറിൽ സർവേ ആരംഭിച്ചതിനു ശേഷം സർവീസ് മേഖലയിലെ തൊഴിലവസരങ്ങൾ അതിവേഗം കുതിച്ചുയരുകയാണ്. ശക്തമായ ആഭ്യന്തര ഡിമാൻഡും ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക എന്നിവിടങ്ങളിലേക്കുള്ള വർദ്ധിച്ചു വരുന്ന കയറ്റുമതിയും മേഖലയെ തുടർന്നും പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നവംബർ 22 റിപ്പോർട്ട് ചെയ്ത 58.5 നിന്നും 59.2 എന്ന ഉയർച്ചയാണ് മേഖല എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ മാനുഫാക്ചറിംഗ് PMI കണക്കുകളിൽ 57.3 എന്ന നേരിയ ഇടിവാണ് വിപണി പ്രതീക്ഷിക്കുന്നത്. ഇതിലൊക്കെ ഉപരിയായി വരുന്ന വാരത്തിൽ ഡിസംബർ 5 നടക്കാനിരിക്കുന്ന പലിശ നിരക്കുമായി ബന്ധപ്പെട്ട RBI ധനനയ യോഗമാണ് പ്രാധാന്യമർഹിക്കുന്നത്.
പണപ്പെരുപ്പ ആശങ്കകൾക്കിടയിൽ 25 ബേസിസ് പോയിന്റ് നിരക്ക് കുറയ്ക്കൽ 2025 തുടക്കത്തിൽ മാത്രമായിരിക്കും ഉണ്ടാകുക എന്ന അനുമാനത്തിലാണ് വിപണി വിദഗ്ധർ. വിലക്കയറ്റം ഉയർന്നു നിൽക്കുന്നതാണ് പ്രധാന കാരണം. പതിവ് പോലെ തന്നെ ആഴ്ചയിലെ അവസാന ദിനം ഫോറക്സ് റിസർവ് കണക്കുകളും എത്തും. നവംബർ 22-ന് അവസാനിച്ച ആഴ്ചയിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $1.31 ബില്യൺ കുറഞ്ഞ് $656.58 ബില്യൺ എത്തി. സെപ്റ്റംബർ അവസാനത്തിൽ എക്കാലത്തെയും ഉയർന്ന നിരക്കായ $704.88 ബില്യൺ എത്തിയതിനു ശേഷം കരുതൽ ധനം ക്രമാനുഗതമായി ഇടിയുകയാണ്. 2 മാസത്തിനുള്ളിൽ ഇന്ത്യയുടെ ഫോറക്സ് കരുതൽ ശേഖരത്തിൽ $48 ബില്യൺ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർച്ചയായ 8ാം ആഴ്ചയും കരുതൽ ശേഖരം ഇടിഞ്ഞതോടെ അടുത്ത വാരത്തിൽ വരുന്ന കണക്കുകൾ ഏറെ നിർണായകമാണ്. പ്രൈമറി മാർക്കറ്റിൽ പാത്തോളജി, റേഡിയോളജി ടെസ്റ്റിംഗ്, മെഡിക്കൽ കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്ന സുരക്ഷ ഡയഗ്നോസ്റ്റിക്സ് IPO ആണ് സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഇഷ്യൂവിലൂടെ 846.25 കോടി രൂപ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ IPO പൂർണ്ണമായും 1.92 കോടി ഓഹരികളുടെ ഓഫർ ഫോർ സെയിൽ മാത്രമാണ്. ഓഹരിയുടെ പ്രൈസ് ബാൻഡ് 420 രൂപ മുതൽ 441 രൂപ വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. നവംബർ 29-ന് ആരംഭിച്ച ഇഷ്യൂ അവസാനിക്കുന്നത് ഡിസംബർ 3-നാണ്. ഡിസംബർ 6-ന് ഓഹരികൾ എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. അതേസമയം കഴിഞ്ഞ ആഴ്ചയിൽ ഇഷ്യൂവുമായി എത്തിയ എൻവിറോ ഇൻഫ്ര ഓഹരികൾ 49% പ്രീമിയത്തോടെ 218 രൂപയിൽ ലിസ്റ്റ് ചെയ്തു. ഡെയിലി ചാർട്ടിൽ ബുള്ളിഷ് ഹറാമി പാറ്റേൺ ഫോം ചെയ്ത് ഒരു പോസിറ്റീവ് സിഗ്നൽ നൽകിക്കൊണ്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അത് ഡിസംബർ സീരീസിന് മികച്ച ഒരു തുടക്കവും നൽകി. തിങ്കളാഴ്ച ഫോം ചെയ്ത ഗ്യാപ്പ് ഫിൽ ചെയ്തുകൊണ്ട് 23,900 എന്ന ലെവലിൽ നിഫ്റ്റി സപ്പോർട്ട് കണ്ടെത്തി. അതേസമയം ബൊളിഞ്ചർ ബാൻഡ്സിൽ ഷോർട്ട് ടേം മൂവിംഗ് ആവറേജിനെ മറികടന്നതും ബുൾസിന് ആത്മവിശ്വാസം നൽകിയേക്കാം. അതോടൊപ്പം വീക്കിലി ചാർട്ടിൽ അപ്പർ ഷാഡോയും ലോവർ ഷാഡോയും ബയേഴ്സ് ആക്റ്റീവ് ആകുന്നതിന്റെ സൂചനയാണ്. വ്യാഴാഴ്ച ഉണ്ടായ അതിശക്തമായ സെൽ ഓഫിന് ഒരു ഫോളോ അപ്പ് സെല്ലിംഗ് ഉണ്ടാകാതിരുന്നത് ബുൾസിന്റെ തിരിച്ചുവരവാണെന്ന് കണക്കാക്കാം. HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് നാഗരാജ് ഷെട്ടി പറയുന്നത്, നിലവിലെ ലെവലിൽ നിന്നും ഒരു അപ്പ് മൂവ് ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 24,350 ടെസ്റ്റ് ചെയ്യുമെന്നും ഇത് മറികടന്നാൽ കൂടുതൽ അപ്പ് മൂവ് എക്സ്പെക്ട് ചെയ്യാം എന്നുമാണ്. അതേസമയം ഡൗൺ സൈഡിൽ 23,925 സപ്പോർട്ടായി പരിഗണിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുമാർ പറയുന്നത്, നിഫ്റ്റിയിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് പ്രകടമായതിനാൽ സൂചിക 50-ഡേ EMI കോയിൻസൈഡ് ചെയ്യുന്ന 24,350, 24,400 എന്ന റേഞ്ച് റെസിസ്റ്റൻസ് ആയി കണക്കാക്കാമെന്നാണ്. അതുകൊണ്ട് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ 24,600 എന്ന ലെവൽ ടച്ച് ചെയ്താക്കാമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഡൗൺ സൈഡിൽ 23,900, 23,850 എന്ന റേഞ്ച് സപ്പോർട്ടാണെന്നും ഇതിന് താഴെയുള്ള ഏതൊരു മൂവ്മെന്റും നിഫ്റ്റിയുടെ കറക്ഷൻ ഫേസിൽ തുടർന്നേക്കാമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഒരു ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ട്രേഡിംഗ് സെഷനിലൂടെയാണ് കടന്നുപോയത്. ആഴ്ചയിലെ തുടക്കത്തിലെ ഗ്യാപ്പ് നിഫ്റ്റി ഫിൽ ചെയ്തെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ അത് സംഭവിച്ചില്ല. സൂചികയിൽ ഒരു 1000 പോയിന്റ്സിന്റെ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആണ് കാണാൻ സാധിച്ചത്. പ്രതിവാര ചാർട്ടിൽ ഡോജി പാറ്റേൺ ഫോം ചെയ്തത് ട്രേഡർമാർക്കിടയിലെ കൺഫ്യൂഷൻ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഹയർ ഹൈ ഫോം ചെയ്തത് പോസിറ്റീവായി കണക്കാക്കാം. സൂചികയുടെ പ്രധാന റെസിസ്റ്റൻസ് 52,500, 52,750 എന്ന റേഞ്ച് ആണെന്നും ഡൗൺ സൈഡിൽ 51,750, 51,500 എന്ന റേഞ്ച് സപ്പോർട്ടായി പരിഗണിക്കാമെന്നും മോത്തിലാൽ ഒസ്വാൾ അനലിസ്റ്റായ ചന്ദൻ തബാരിയ പറയുന്നു. ഇത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഷോർട്ട് ടേമിൽ ഒരു കറക്ഷൻ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. വരുന്ന വാരത്തിൽ RBIയുടെ ധനനയ യോഗമാണ് ഏറെ നിർണായകം. നയതീരുമാനങ്ങളിലെ നിലപാട് 24,400 എന്ന ക്രൂഷ്യൽ റെസിസ്റ്റൻസ് മറികടക്കാൻ വിപണിയെ സഹായിക്കുമോ എന്നത് കാത്തിരുന്നു കാണാം. മാർക്കറ്റിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും പ്രീ മാർക്കറ്റ് അനാലിസിസുമായി തിങ്കളാഴ്ച രാവിലെ 8:00 മാർക്കറ്റ് പ്ലസിൽ കാണാം. നന്ദി, നമസ്കാരം.